നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി 23-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ 8 ഗണപതിമാർ, 11 തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയും, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതിയും, ബലാബല കാര്യങ്ങൾക്ക് ശക്തി ഗണപതിയും, ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ബാങ്കുകളിൽ നിന്നെല്ലാം പേപ്പറുകൾ ശരിയായി പെട്ടെന്ന് ലഭിക്കുന്നതിന് കാര്യസിദ്ധി ഗണപതിയും, നല്ല ആഹാരങ്ങൾ കഴിക്കണം, അതേപോലെ രോഗങ്ങൾക്ക് നിർണയം വരുത്തണം എന്ന ചിന്തയോടുകൂടി വരുന്നവർക്ക് നവനീത ഗണപതിയും, ഓർമ്മകളിൽ നല്ല രീതിയിൽ ഓർമ്മയോടുകൂടി പരീക്ഷ എഴുതണം, പഠിച്ചെടുക്കണം, ഇപ്പോൾ സാധാരണക്കാരായാലും ആരായിരുന്നാലും ഓർമ്മശക്തി നിലനിർത്തണം, ഓർമ്മയോടുകൂടി ജീവിക്കണം എന്നുള്ളവർക്ക് ഏകാക്ഷരി ഗണപതിയും, കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ അടുക്കള സമൃദ്ധി നിത്യവും ജോലി ഉണ്ടാകുന്നതിനും വേണ്ടി ഉദ്ദിഷ്ട ഗണപതിയും, 13 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ കലവില കൂട്ടി വല്ലാത്ത ഒരവസ്ഥയിൽ ദുരിതക്കയത്തിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകുമ്പോൾ അവരെ ശാന്തരാക്കുന്നതിന് വേണ്ടി ബാലഗണപതി. ഇങ്ങനെയാണ് 8 ഗണപതി ഭാവങ്ങൾ. ഈ 8 ഗണപതിമാരുടെ അടുത്തും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു നാളികേരം ക്ഷേത്ര കൗണ്ടിൽ വാങ്ങാൻ ലഭിക്കും, 25 രൂപയാണ്. ആ നാളികേരം സ്വയമേവ ഉരുട്ടി 3 പ്രാവശ്യം ശ്രീകോവിലിന് വലം വെച്ച് ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടച്ചാൽ നിങ്ങൾക്ക് തന്നെ എറിഞ്ഞുടയ്ക്കാം. അങ്ങനെ 8 ഗണപതിമാർക്ക് ചെയ്താൽ അതിന് 200 രൂപയാണ് ചിലവ് വരുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ഗണപതിക്കും 11 രൂപ തലക്കുഞ്ഞ് ഭണ്ഡാരത്തിലിടുക, 288. അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പന് ഒരു അർച്ചന നടത്തുക, 10 രൂപ, 298. പിന്നെ 2 രൂപ ഭഗവാനും ഭണ്ഡാരത്തിലിടുക. അങ്ങനെ ചെയ്ത് 300 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇതാണ് വിനായക ചതുർത്ഥി. നമുക്കിവിടെ പ്രണവമലയിൽ എല്ലാ മാസത്തിലും 2 വിനായക ചതുർത്ഥി, ഒന്ന് ശുക്ലപക്ഷ വിനായക ചതുർത്ഥിയും ഒന്ന് കൃഷ്ണപക്ഷ വിനായക ചതുർത്ഥി, രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇതിലൂടെ ചെറിയ വഴിപാടിലൂടെ ജീവിത സമൃദ്ധിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നു. കൂടുതലും ഓൺലൈൻ വഴിപാടാണ് നടക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാട് 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടക്കുന്നതിന് 300 രൂപയുടെ ചിലവ് വരുമ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോൾ കൂടുതൽ 200 രൂപ അടയ്ക്കണം. കാരണം അവിടെ അത് ഉരുട്ടി എറിഞ്ഞുടയ്ക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 200 രൂപ കൂടുതൽ അടച്ചാൽ 500 രൂപ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ 8 ഗണപതിമാർക്കും നാളികേരം മുട്ടർക്കാം 800 രൂപ, കൂടെ തിരുപേരമംഗലത്തപ്പനും ഒരു നാളികേരം മുട്ടർക്കാം 100 രൂപ. അപ്പോൾ 900 രൂപ മുടക്കി നിങ്ങൾക്ക് ഈ വിനായക ചതുർത്ഥി ദിവസം നാളികേരം മുട്ടർക്കൽ നടത്തിയാൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം, ജീവിതം വിജയിക്കാൻ സാധിക്കും. പലരും വരുമ്പോൾ പറയാറുണ്ട് ഒരു ഗതിയില്ല, പരഗതിയില്ല, ജീവിതം തകർന്നടിഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വിനായക ചതുർത്ഥി വീഡിയോ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ എത്ര നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും ഇവിടെയുള്ള 27 ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം, എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു നൽകിയേ മതിയാകൂ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അങ്ങനെ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞിട്ട് കൗണ്ടറിൽ നിന്ന് ജപിച്ച ചരട് ലഭിക്കുന്ന 100 രൂപയാണ്. നേരിട്ട് വാങ്ങിച്ച 100 രൂപ, ഓൺലൈനാണെങ്കിൽ 150 രൂപ. ആ ചരടിലൂടെ നിങ്ങൾക്ക് 27 ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകും. ഒരു 5000 രൂപ സംഘടിപ്പിക്കുക, ഒരു ഗണപതി ഏലസ് ഇവിടെ നിന്ന് വാങ്ങി ധരിക്കുക. ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് എല്ലാ മാസത്തിലും 1400 രൂപയുടെ വഴിപാട് ചെയ്യണം. 108 ഗണപതി ഹോമം, അതേപോലെ തന്നെ 7 ദിവസം നാരങ്ങമാല. അപ്പോൾ നാരങ്ങയ്ക്ക് എത്ര വില കൂടിയാലും ഇവിടെ വില കൂട്ടാറില്ല. കാരണം ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടണം. പോരാത്തിന് ഹൈന്ദവരാണ് 420 രൂപ 10 കിലോ അരി വാങ്ങിക്കാം എന്ന് കണക്കൂട്ടുന്ന ആളുകളാണ്. അവർക്ക് ജീവിതം നശിച്ച് നാരണക്കല്ല് പറിച്ചു പോകുന്നതിനൊന്നും ഒരു മടി ഉണ്ടാവില്ല. ഈ പൈസ മുടക്കാൻ പറഞ്ഞാൽ വലിയ മടിയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെയാണ് എത്ര കണ്ട് നാരങ്ങയ്ക്ക് വില വന്നാലും 200 രൂപ വില വന്നാലും നമുക്കിവിടെ നാരങ്ങമാല ഒരു ദിവസത്തേക്ക് 60 രൂപ, അങ്ങനെ 6 7 42, 420 രൂപയാണ് വാങ്ങാറ്. 1000 രൂപ 108 ഗണപതി ഹോമം പാക്കേജിൻ്റെ റേറ്റാണ് 1000 രൂപയ്ക്ക്. അങ്ങനെ 1420 രൂപ എല്ലാ മാസത്തിലും മുടക്കി 1.5 വർഷം വരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്കുള്ള പൈസ സംഘടിപ്പിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇവിടെ ആവാഹന പൂജയ്ക്ക് 56,000 രൂപയാണ്. 56,000 എന്ന് കേട്ട് ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആകെ മുടക്കുന്നത് തുടക്കത്തിൽ 100 രൂപയാണ്. ആ 100 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങളൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കും. ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും 1500 രൂപയുടെ വഴിപാട് ചെയ്യാനുള്ള പൈസയും കിട്ടും. അതേപോലെ സ്വരുക്കൂട്ടി
ജീവിതം തിരിച്ചു പിടിക്കാനുള്ള പൂജയിലേക്ക് എത്താൻ സാധിക്കും. ചിലർ അതിൻ്റെ ഇടയിൽ സ്ഥലമൊക്കെ വാങ്ങും, വീടൊക്കെ പണിത് അങ്ങനെ സമ്പൂർണ്ണമായി ജയിച്ചിട്ട് തന്നെ ആവാന പൂജയ്ക്ക് വരുന്ന ആളുകളുണ്ട്. ഇത് തന്നെ സനു എന്ന് പറയുന്ന യുവാവ് ഏലസ് വാങ്ങി ധരിച്ച് 27-ാം ദിവസം പൂജയ്ക്ക് വന്നു. പിന്നീട് അദ്ദേഹം 35 പേരെ അവിടെ കൊണ്ടുവന്നു. 22 പേര് അവരുടെ സ്വന്തം ബന്ധങ്ങളിലും കൂട്ടുകാരൊക്കെ ആയിരുന്നു, അവരൊക്കെ ഇവിടെ പൂജ നടത്തി. അങ്ങനെ ആ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്നും ജീവിതത്തിൻ്റെ ആ ഒരു നേർക്കാഴ്ച തേടി നടന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോടൊപ്പം ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇത് കണ്ടിട്ടും ചിലർ ചോദിക്കും ഇതൊക്കെ ശരിയാണോ തെറ്റാണോ. അതേപോലെ ചില പാരമ്പര്യവാദികളായ മണ്ടന്മാർ കൊണ്ടൊന്ന് കമൻ്റ് ഇടും പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറയാറുണ്ട്, ഇവിടെ ആവാഹന പൂജ നടക്കുമ്പോൾ 2 ദിവസമാണ്, 2 രാത്രിയും 2 പകലും 3-ാം ദിവസമാണ് തീരാറുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ പൂജയുടെ 2-ാം ദിവസം വരാം. അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാകും. അവരോട് ചോദിക്കാം, ഈ തടസ്സമൊക്കെ മാറ്റിയത് സത്യമാണോ, നേരിട്ട് ചോദിച്ചൂടെ. ആരാ വേണ്ടെന്ന് പറയുന്നത്? ഇതന്നെ ഈ അനുഭവസാക്ഷ്യം വീഡിയോ അവർ സന്തോഷത്തോടുകൂടി ഒന്നുമല്ല ചെയ്തു തരുന്നത്. ഞാനാണ് പറയുന്നത്, ഇവിടെ ഒരിക്കൽ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ സംഖ്യ വാങ്ങിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കും. അങ്ങനെ മാറ്റി കൊടുക്കണമെങ്കിൽ നിങ്ങൾ മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞവർ ഞാനിവിടെ സാക്ഷ്യം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനാണ് സംസാരിക്കുന്നത്. മുൻകാലങ്ങളിലാണെങ്കിൽ അവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് 1 മിനിറ്റ് പോലും പറയുന്നതിന് മുമ്പ് സങ്കടം വരും, കരച്ചിലൊക്കെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വീഡിയോ എടുക്കാൻ തയ്യാറായിട്ട് അവർ വരും. അവരാണ് നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടൊന്ന് ധൈര്യമായിട്ട് അവർ പറയും, ധൈര്യത്തോടുകൂടി നിങ്ങൾ ഈ ആവാഹന പൂജ ചെയ്തുകൊള്ളൂ. 2008 മുതലാണ് ഞാനിവിടെ ആവാഹന പൂജ നടത്തുന്നത്. അന്ന് മുതൽ ജീവിതത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നവർ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തടസ്സം വന്ന് ഇവിടെ ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഗ്യാരണ്ടിയോട് കൂടിയ പൂജയാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ആകെയുള്ളൊരു പ്രശ്നം, വീടിൻ്റെ വാസ്തു തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് വടക്ക് പടിഞ്ഞാറ് അടുക്കളയും കിണറാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പൂജ കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കുമായിരുന്നു. കാരണം 2.5 വർഷം വരെയൊക്കെ അവർ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പിന്നീട് എല്ലാം നശിച്ച് നാരണക്കല്ല് വരച്ചൊക്കെ വരും. അപ്പോൾ ആ ഒരു ഇട കൊടുക്കാതിരിക്കാൻ വേണ്ടി, കാരണം കൃത്യമായിട്ട് ഇവിടെ ആവാന പൂജ കഴിഞ്ഞ് ജയിച്ചു പോയവർ പിന്നീട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. അവർ വഴിപാടുകളൊക്കെ ചെയ്താണ് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യം നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തവചനം തന്നെ വന്ന് നോക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. അതേപോലെ തന്നെ നിങ്ങളുടെ ധർമ്മദേവതയെ കണ്ടെത്തി പൂജയുടെ സമയത്ത് കണ്ടെത്തി അവിടെ വഴിപാട് കഴിക്കും. ഒക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ശ്രാദ്ധ ബലി ഇടാതെ പോയവരുണ്ടെങ്കിൽ പ്രായശ്ചിത്ത ബലി ഇടിക്കാൻ അതിന് 3000 രൂപയാണ്. ആ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, മറ്റുള്ളവരൊക്കെ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവിതമാണ്, ഇതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ഇന്നിപ്പോൾ ഞാനൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തു, PG ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് ദൈവവിശ്വാസിയാണ്, പക്ഷേ ഇങ്ങനെയുള്ള പൈസ മുടക്കാനും തയ്യാറല്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് 21 പ്രാവശ്യം ഒറ്റയാടി പ്രദക്ഷിണമൊക്കെ നടത്തി, ഭഗവാൻ എന്നെ എന്താ രക്ഷപ്പെടുത്തുക, എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. ഇത് തന്നെ ഇവിടെ മുമ്പ് MD എടുത്തൊരു ഡോക്ടർ വന്ന് ആവാന പൂജ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡിപ്രഷനൊക്കെ മാറി. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂർ ഒരു വലിയ ആശുപത്രിയിൽ സേവനത്തിനൊക്കെ പോകാൻ പറ്റി. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഇതെന്നെ പാലക്കാട് നിന്നുള്ള ഒരു ലേഡി വന്നപ്പോൾ അവർ പിച്ച തെണ്ടിക്കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ആവാഹന പൂജയ്ക്ക് വന്നത്. 1.5 കൊല്ലം വരെ ഏലസ് ഉപയോഗിച്ചു. അതിനുശേഷം അവർ പിച്ച തെണ്ടിയ പൈസ കൊണ്ടുവന്ന് ഇവിടെ ആവാഹന പൂജ നടത്തി. അവരുടെ ജീവിതത്തിൽ മകൻ അവരിട്ടേച്ച് പോയതാണ്. ഭർത്താവാണെങ്കിൽ മരത്തുമെന്ന് വീണ് തളർന്നെടുക്കുന്നു. പക്ഷേ പൂജ കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ എത്തി അവരെ സംരക്ഷണം ഏറ്റെടുത്തു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇവിടെ നടക്കുന്ന വളരെ വളരെ അത്യപൂർവമായ റിസൾട്ട് നൽകുന്ന പൂജയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അപ്പോൾ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി വിനായക ചതുർത്ഥി ദിവസം ഈ ചെറിയ ചെറിയ വഴിപാടൊക്കെ ചെയ്ത് ഞാൻ പറയുന്ന പോലെയൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴൊക്കെയാണ് നല്ല സമയം, എപ്പോഴൊക്കെയാണ് മോശം സമയം, അതിന് എന്തെല്ലാമാണ് പരിഹാരം, തൊഴിൽ ഏതൊക്കെയാണ്, ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, ബിസിനസ്സാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ, നേഴ്സാണോ, കലാകായികപരമായ കഴിവുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ അവരെ ആ പഠന മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ജാതകം വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽപ്പെട്ട്
നട്ടം തിരിയേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇതാണ് ജോൺസൺ. ഞാൻ പല പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ ജോൺസനെ കുറിച്ച് ഒരുപാട്, അതായത് പ്രഭാഷണം നടത്തുന്ന സമയത്ത് പല പ്രാവശ്യം പറയാറുണ്ട്, ക്രിസ്ത്യാനിയാണ്, അതിനേക്കാളും ഉപരി ആൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനായിട്ട് ആദ്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 1.25 മണിക്കൂറാണ് ജോൺസണായിട്ട് സംസാരിക്കുന്നത്. ജോൺസന് കൂടുതലും നമ്മുടെ ജ്യോതിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് അതൊന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല. ആളെല്ലാം ഒരുങ്ങി മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 6500 വീഡിയോ കണ്ടിട്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, അതായത് ഇന്ന കാര്യങ്ങൾ പറയും, അതിന് ആവാഹന പൂജ പറയും, ഇതെല്ലാം ജോൺസൺ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തൽക്കാലത്തേക്ക്, അതായത് ഇസ്രായേലിൽ നിന്ന് ഇവിടെ എത്തി പൂജയിലേക്ക് എത്തുന്നവരെ ഒന്ന് തൽക്കാലത്തേക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള വഴിപാട്, അത് മാത്രമാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജോൺസണോട് ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ ഇപ്പോൾ എങ്ങനെയുണ്ട്, അവിടെ യുദ്ധമൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കും, പറയും ഉടനെ യുദ്ധം ഉണ്ടാവും. അങ്ങനെ ജോൺസൺ പറഞ്ഞ് 3-ാം ദിവസം യുദ്ധം ആരംഭിക്കുകയാണ്. ആ സമയത്ത് തന്നെ ജോൺസൺ 10,000 രൂപ പൂജയ്ക്കുള്ള പൈസ അടയ്ക്കും. അത് എത്രയും പെട്ടെന്ന് വരാനുള്ള പൈസയാണ് അടയ്ക്കുന്നത്. അതേപോലെ തന്നെ ഒരു 15,660 രൂപ. നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, 27 ദേവതകൾക്ക് മുട്ടർക്കൽ നടത്തുക, 27 ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്തുക, 27 ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്തുക, 27 ദേവതകൾക്ക് നിവേദ്യം നടത്തുക. ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ജോൺസൺ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു 15,660 രൂപ. അപ്പം തന്നെ അതിൻ്റെ പൈസ അടച്ചു. അങ്ങനെ 10,000 പൂജയ്ക്ക് അടച്ചു 25,660 രൂപ. ആ സമയത്ത് തന്നെ ജോൺസൺ അടച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, 6,500 വീഡിയോ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അന്ന് ചോദിക്കുമ്പോൾ വേറെ ജ്യോത്സ്യന്മാരുടെ അടുത്തൊന്നും പോയിട്ടൊന്നുമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീടാണ് പറയുന്നത്, ഞാൻ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്, ഈ കുടച്ചക്രവും അതേപോലെ തന്നെ ഒരുപാട് തട്ടിപ്പ് സാധനങ്ങളും രുദ്രാക്ഷവും ഇതെല്ലാം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാര്യങ്ങളറിയാം. അതേപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽ ഒരുപാട് മതപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജോൺസനെ ആകർഷിച്ചത്, ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാവരും മനുഷ്യർ, ആ ഒരു തത്വത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജോൺസൺ ഇതിലേക്ക് ആകർഷണമായി വരുന്നത്. അതിനുശേഷം പൂജ കഴിഞ്ഞാൽ പിന്നീടും നിരന്തരമായിട്ട് നമ്മളിവിടെ നിന്ന് ഒരു പാക്കേജ് പൂജയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, പാക്കേജ് തന്നെയല്ല, ഒരു വിശേഷമായിട്ട് ഇന്ന ദിവസം ഇന്ന വഴിപാടുണ്ട്, അത് ചെയ്ത ഗുണമുണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ആ വീഡിയോ ടെലികാസ്റ്റായി കഴിയുമ്പോഴേക്കും ജോൺസൺ എനിക്ക് നേരിട്ടാണ് അയക്കുന്നത്. അതായത് വഴിപാടിൻ്റെ ലിസ്റ്റ് അയച്ചിട്ടുണ്ടാവും, പൈസ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൈന്ദവർക്ക് പോലും ആ രീതിയിലേക്ക് അവർക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല. അതിന് മുമ്പ് തന്നെ ജോൺസൺ ആ വീഡിയോ ടെലികാസ്റ്റായി പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടുകൾ വരും. ഇനിയിപ്പോൾ ഇസ്രായേലിൽ നിന്ന് നിർത്തി ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തണം, അവിടെ നല്ല രീതിയിലാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ആൾക്ക് എന്തായാലും ഈ ക്ഷേത്ര വഴികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടുന്ന മാജിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ജോൺസൺ ഇപ്പോൾ ഏകദേശം ഒരു 8-10 വാഹനങ്ങളൊക്കെ വാങ്ങുകയും അതെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ വാഹന പൂജയൊക്കെ നടത്തിയതൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ 2-3 ക്രിസ്ത്യാനികളാണ് കൂടുതൽ കൂട്ടുകാർ. 2-3 ക്രിസ്ത്യാനികളെ കൂട്ടുകാർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി, ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, അവർക്കും ഇതൊരു പുതിയ അനുഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഇന്നെടുക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു അനുഭവസാക്ഷ്യം വീഡിയോ ആണ്. കാരണം നമ്മുടെ ഹൈന്ദവർ, ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ സമയത്ത് ചിലർക്ക് അവരുടെ മുഖം കാണിക്കാൻ പറയുന്ന സമയത്ത് അവർ ഓടി ഒളിച്ച് മാറിപ്പോകുന്നുണ്ട്, എനിക്ക് പറയാതെ പറ്റില്ല. ആ സമയത്താണ് ജോൺസൺ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സാറേ എന്ന് വിളിച്ചാലും ഞാൻ ആ സമയത്ത് ഓടിയെത്തും, എനിക്കിത് ജനങ്ങളോട് പറയണമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ അവിടെ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ, പ്രഭാഷണം നടത്തി ആ തീരുന്നതിന് മുമ്പേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഞാൻ ഈ പ്രോഗ്രാമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് വളരെ സന്തോഷമാണ്, എന്നെക്കുറിച്ച് പറയുന്നതിന് എനിക്കൊരു മടിയില്ല എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-15,000 ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന വലിയ ജന്മകുടുംബത്തിൽ ജനിച്ച് പിന്നീട് 3,000 പിന്നീട് 1,000 പിന്നീട് ഇപ്പോൾ എത്രയുണ്ട് ഞാൻ ചോദിക്കാറില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ജോൺസണും ആ ഒരു നിലയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും ഓർത്തഡോക്സായിട്ട് ജീവിച്ചിരുന്ന ഒരു ജന്മി കുടുംബത്തിൽ, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊരു അംഗമാണ്. അപ്പോൾ ആ അംഗം വന്ന് നിങ്ങളോട് ഇത്രയും തൻ്റെ ഇടത്തോടുകൂടി ഈ ക്ഷേത്രാംഗണത്തിൽ ഇന്ന് പൂജയുടെ 2-ാം ദിവസം ഇവിടെ വന്നിട്ട്, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് എടുക്കാൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് വന്ന് കുറേ വഴിപാടൊക്കെ ചെയ്തു. ആ സമയത്ത് ജോൺസൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് വേണമെങ്കിൽ ഞാൻ എരുത്തോടുകൂടി പറയും, തൻ്റെ അടുത്തോടി പറയും, എനിക്കൊന്നിനും പേടിയില്ല, കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കാമെന്നുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. അല്ലാതെ മതത്തിനെ പേടിക്കാനോ രാഷ്ട്രീയക്കാരെ പേടിക്കാനോ അയൽവക്കക്കാരെ പേടിക്കാനോ മാതാപിതാക്കളെ പേടിക്കാനോ എൻ്റെ സ്വാതന്ത്ര്യം ഏത് രീതിയിലാണോ നല്ല രീതിയിൽ ഉപയോഗിച്ചെടുക്കുക, അത്രയും തന്നെ അടുത്തോടുകൂടിയാണ് ജോൺസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അനുഭവസാക്ഷ്യം വീഡിയോ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു അനുഭവസാക്ഷ്യം വീഡിയോ വേറെ ആരും തന്നിട്ടുണ്ടാവില്ല. കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു പകപ്പാണ്, ഇതൊക്കെ എന്താവും, ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറയണു, അന്ധവിശ്വാസികളാണോ മന്ത്രവാദികളാണോ കൂടോത്രക്കാരാണോ. അപ്പോൾ അതുമല്ല, ജോൺസൺ നമുക്കിവിടെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ വരെ അടച്ചിട്ടാണ്. ജോൺസൺ മാത്രമല്ല കേട്ടോ, ജോൺസൻ്റെ ഭാര്യയും പറഞ്ഞിരിക്കുന്നു അവർക്കും ജ്യോതിഷം പഠിക്കാമെന്ന് പറഞ്ഞു. കാരണം അവരാദ്യമേ പറയുന്നുണ്ട്, എനിക്ക് ജോൺസന് പിന്നെ ഇവിടുത്തെ ദേവതകളെ കുറിച്ചൊക്കെ അറിയാം, പക്ഷേ ഭാര്യയ്ക്ക് ദേവതകളെ കുറിച്ചെന്ന് പറഞ്ഞുകൂടാ. അവർ പറഞ്ഞത്, എനിക്ക് ആകെ യേശുവിനെയും
യേശുവിൻ്റെ മാതാപിതാക്കളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഇവിടുത്തെ വ്യത്യസ്തത കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയും വലിയ ഒരു ദൈവിക വഴിയാണ് ഈ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു അനുഭവ സാക്ഷ്യത്തിലേക്ക് നമുക്കിപ്പോൾ ഹൈന്ദവരൊന്നത് പറയാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നതാണ്. കാരണം ഹൈന്ദവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പലരെയും വെച്ച് വീഡിയോ എടുത്ത സമയത്ത് അനുഭവ സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതൊരു ഇനി എന്താവും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷമം കാണിക്കുന്നുണ്ട്. പക്ഷേ ജോൺസനെ സംബന്ധിച്ച് 1 മണിക്കൂറില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും ഇത് പറയാം, ആരോട് വേണമെങ്കിലും പറയാമെന്ന് പറയാറ്. അപ്പോൾ ജോൺസൻ്റെ വോയിസ് ഞാൻ പല പ്രാവശ്യം കേൾപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ആളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു അനുഭവസാക്ഷ്യം വീഡിയോ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ, ആൾ ചങ്ങനാശ്ശേരിക്കാരനാണ്, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനിയുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. കാരണം ജോൺസൺ ഇതെല്ലാം കണ്ട് 6700 വീഡിയോ കണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലും പറയാറുണ്ട്, 6700 വീഡിയോ കണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാധാദോഷം എന്ന് വരെ ജോൺസൺ അറിയാം. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു, പൂജ ബുക്ക് ചെയ്യണം, എത്രയും പെട്ടെന്നുള്ള ഡേറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞ് അത് പിന്നെ അവിടെ പല പല പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് വഴിപാട്, അതായത് ഇവിടെ ആവാഹന പൂജയ്ക്ക് ചെയ്യുന്നതിനെ കണ്ട് 4 ഇരട്ടി പൈസയുടെ വഴിപാട് ഒരു മാസം ചെയ്തുകൊണ്ട് തന്നെയാണ് ജോൺസൺ മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹൈന്ദവർ 56,000 രൂപയുടെ ആവാഹന പൂജ എന്ന് പറയുമ്പോൾ തന്നെ വിറച്ച് ചിലരവിടെ ബോധം കെട്ട് വീഴുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് നോക്കാൻ വരുമ്പോൾ ഞാൻ ഈ പൈസയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് പാളി നോക്കും. കാരണം ഇത് പറയുന്ന സമയത്ത് ഒരു ഞെട്ടലാണ്, ഞെട്ടി ബാക്കിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ പിടിക്കണം. ആ സ്ഥാനത്താണ് ഇവിടെ ജോൺസൺ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനിയായിരിക്കുന്ന യുവാവ് എത്ര വേണമെങ്കിലും, ഏത് ആവാഹന പൂജയുടെ കേസല്ല പറയുന്നത്, ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് എന്ത് പൂജയ്ക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ തയ്യാറാണ്. കാരണം ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം അദ്ദേഹത്തിനുണ്ട്. കുറച്ച് നാളെയുള്ളൂ, ഇവിടെ പൂജ കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഈ ആൾ പറയുന്നത് ജീവിതത്തിൽ വലിയ മിറാക്കൽ പോലെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചു. അത് തുറന്ന് സമ്മതിക്കുകയാണ്. ഹൈന്ദവരാണെങ്കിൽ ആനേനെ കിട്ടിയാലും പറയും ഇനി കുറച്ചുകൂടി വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ആളങ്ങനെ പറഞ്ഞില്ല, ആ കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുക. നമസ്കാരം. നമസ്കാരം.